യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ തിരിച്ചടി. ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ തീവ്രമാകാൻ കാരണം ട്രംപിൻ്റെ പിടിവാശിയാണ്. പ്രതിഷേധം കടുത്തതോടെ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ ട്രംപ് നാഷണൽ ഗാർഡിനെ വിന്യസിച്ചിരുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി കാലിഫോർണിയ ഗവർണറും ലോസ് ആഞ്ചൽസ് മേയറും രംഗത്ത് വന്നു. മാത്രമല്ല, നിയമപരമായി നീങ്ങുകയും ചെയ്തു. ഇപ്പോഴിതാ കാലിഫോർണിയ ഗവർണർക്ക് അനുകൂലമായി വിധി വന്നിരിക്കുന്നു. നാഷണൽ ഗാർഡിൻ്റെ നിയന്ത്രണം കാലിഫോർണിയ ഗവർണർക്ക് തിരികെ നൽകണമെന്നും യു.എസ്. ജില്ലാ ജഡ്ജി ചാൾസ് ബ്രയർ ഉത്തരവിട്ടു. നാഷണൽ ഗാർഡിൻ്റെ വിന്യാസം നിയമവിരുദ്ധമാണെന്നും കോടതി വ്യക്തമാക്കി. അത് ഭരണഘടനയുടെ ഭേദഗതികളുടെ ലംഘനമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. കുടിയേറ്റ നിയന്ത്രണത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ 4000-ഓളം നാഷണൽ ഗാർഡ് അംഗങ്ങളെ വിന്യസിക്കാനാണ് ട്രംപ് ഉത്തരവിട്ടത്. ട്രംപ് തൻ്റെ അധികാരപരിധി ലംഘിച്ചുവെന്ന് യു.എസ്. ജില്ലാ ജഡ്ജി ചൂണ്ടിക്കാട്ടി. കാലിഫോർണിയ ഗവർണർ ഹാവിൻ ന്യൂസമാണ് തൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിയോഗിച്ച നാഷണൽ ഗാർഡിൻ്റെ വിന്യാസം തടയണമെന്നാവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്തത്. സംസ്ഥാനത്തിൻ്റെ അനുമതിയില്ലാതെ ലോസ് ആഞ്ചൽസിൽ നാഷണൽ ഗാർഡ്സിനെ വിന്യസിച്ച ട്രംപ് ഭരണകൂടത്തിൻ്റെ നടപടിക്കെതിരെയാണ് ഗവർണർ കേസ് ഫയൽ ചെയ്തത്. കുടിയേറ്റ റെയ്ഡുകൾക്കെതിരായ പ്രതിഷേധങ്ങളെ നേരിടാനാണ് നാഷണൽ ഗാർഡിനെ വിന്യസിച്ചത്. ഇത് നിയമവിരുദ്ധമായ നടപടിയാണെന്ന് ഗവർണർ ന്യൂസ് വിമർശിച്ചു. ഒരു സംസ്ഥാനത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിത്. പ്രസിഡന്റ് ട്രംപ് തൻ്റെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ്. ഇതിനെതിരെ ഞങ്ങൾ നിയമപരമായി പോരാടും. ട്രംപ് ഭരണകൂടത്തിൻ്റെ നടപടി സംസ്ഥാനത്ത് സംഘർഷം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നും ഗവർണർ ആരോപിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോസ് ആഞ്ചൽസിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് നടത്തുന്ന റെയ്ഡുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. നാഷണൽ ഗാർഡിൻ്റെ സാന്നിധ്യം നഗരത്തിലെ പ്രതിഷേധങ്ങളെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. പലയിടങ്ങളിലും പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടലുകളുണ്ടായി. നഗരത്തിലെ പ്രധാന റോഡുകൾ പലതും പ്രതിഷേധക്കാർ ഉപരോധിച്ചു. ലോസ് ആഞ്ചൽസ് മേയർ കാരൻ ബാസും ഗവർണറുടെ നിലപാടിനെ പിന്തുണച്ചു. നാഷണൽ ഗാർഡിൻ്റെ ആവശ്യമില്ല, അത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂ എന്നാണ് മേയറും വ്യക്തമാക്കിയത്. ട്രംപ് ഭരണകൂടത്തിൻ്റെ കുടിയേറ്റ വിരുദ്ധ നടപടികൾക്കെതിരെ പ്രക്ഷോഭം യു.എസിലെ കൂടുതൽ നഗരങ്ങളിലേക്ക് പടർന്നു. ലോസ് ആഞ്ചൽസിലെ പ്രകടനക്കാർക്ക് നേരെ സൈന്യം കണ്ണീർ വാതകം പ്രയോഗിച്ചു. 400 പേർ അറസ്റ്റിലായി. നഗരത്തിൽ കർഫ്യൂവും പ്രഖ്യാപിച്ചു. പ്രക്ഷോഭം നേരിടാൻ നാഷണൽ ഗാർഡിലെ 4000 സൈനികരെ ട്രംപ് ഭരണകൂടം നഗരത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ 700 മറീനുകളെയും സജ്ജമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂയോർക്ക്, ഷിക്കാഗോ, വാഷിംഗ്ടൺ, ടെക്സസ് എന്നിവിടങ്ങളിലും ട്രംപ് വിരുദ്ധ പ്രകടനങ്ങൾ നടന്നു. ഈ സാഹചര്യത്തിൽ കോടതി വിധി ട്രംപിന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്.